നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പീരീഡ്സിന്റെ സമയത്ത് ചിലവർക്ക് അതികഠിനമായിട്ടുള്ള വേദന ഉണ്ടാവും അല്ലെ. ചിലപ്പം ഛർദി ഉണ്ടാവും, ഓക്കാനം ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും തുടങ്ങിയവയൊക്കെ എൻഡോമെട്രിയോസിന്റെ ഒരു ലക്ഷണങ്ങളാണ്. എന്താണ് എൻഡോമെട്രിയോസിസ്, എൻഡോമെട്രിയോസിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് നോക്കുന്നത്. ഇപ്പോഴത്തെ ആഹാരശീലവും നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടായ മാറ്റങ്ങളും ഒക്കെ കൊണ്ട് നിരവധി സ്ത്രീകളിൽ കാണപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടാണ് എൻഡോമെട്രിയോസിസ്. ഗർഭപാത്രത്തിൽ, അതായത് നമ്മുടെ യൂട്രസിന്റെ ഏറ്റവും ഉള്ളിലായിട്ടുള്ള ഒരു ലൈനിങ് ആണ് എൻഡോമെട്രിയം. അപ്പൊ ഈ എൻഡോമെട്രിയം ഇങ്ങനെ കട്ടിയായിക്കൊണ്ടിരിക്കും. ഓരോ മാസവും നമുക്ക് പീരീഡ്സിന്റെ സമയത്ത് ഈ എൻഡോമെട്രിയം കട്ടി കൂടി പൊട്ടിയിട്ടാണ് വജൈനയുടെ കൂടെ ബ്ലീഡിംഗ് ആയിട്ട് പുറത്തോട്ട് വരുന്നത്. ഇത് നമ്മളുടെ നോർമൽ പീരീഡ്സ് ആണ്. ഗർഭപാത്രത്തിന്റെ ആന്തരിക പാളിയിൽ, അതായത് ഉള്ളിലായിട്ടുള്ള ലെയറിലോ അല്ലെങ്കിൽ എൻഡോമെട്രിയത്തിന് സമാനമായിട്ടുള്ള കോശങ്ങൾ ഗർഭപാത്രത്തിന്റെ പുറത്ത് വളരുന്ന വേദനാജനകമായ ഒരു അവസ്ഥയാണ് എൻഡോമെട്രിയോസിസ്. യൂട്രസിന്റെ പുറത്തെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഓവറീസ്, അണ്ഡാശയങ്ങള്, ഫെലോപ്പിയൻ ട്യൂബ്, പെരിട്ടോണിയം എന്നിവ ഉൾപ്പെടും. ഈ ഒരു അവസ്ഥ കുറച്ചും കൂടെ കൂടുന്ന ഒരു അവസ്ഥയാണെങ്കിൽ മൂത്രാശയം, റെക്ടം, മൂത്രനാളി, ആമാശയം എന്നിവയും ഉൾപ്പെടാം. അപ്പൊ നമ്മൾ പറഞ്ഞു, യൂട്രസിനുള്ളിൽ തിക്കണ്ടായിട്ടുള്ള എൻഡോമെട്രിയം പൊട്ടിയിട്ടാണ് പീരീഡ്സ് ആയിട്ട് പുറത്തോട്ട് പോകുന്നതെന്ന്. അപ്പൊ യൂട്രസിന് പുറത്ത് വളരുന്ന ഈ എൻഡോമെട്രിയം എങ്ങനെ പുറത്തോട്ട് പോകും? അത് പുറത്തു പോകാനായിട്ട് വഴിയില്ല. യൂട്രസിന്റെ അകത്ത് എൻഡോമെട്രിയം എന്തൊക്കെ മാറ്റങ്ങളാണോ വരുത്തുന്നത് അതേ കണക്കുള്ള മാറ്റങ്ങളായിരിക്കും യൂട്രസിന് പുറത്ത് വളരുന്ന ആ ഒരു സ്ഥലത്തും അത് ഉണ്ടാകും. സോ യൂട്രസിന് പുറത്ത് ഇങ്ങനെ കട്ടിയാകുന്ന എൻഡോമെട്രിയത്തിന് പുറത്തേക്ക് പോകാൻ വഴിയില്ലാതെ അവിടെ സിസ്റ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതായത് പുറത്തേക്ക് പോകാൻ കഴിയാത്ത കാരണം ശരീരത്തിൽ തന്നെ ഈ ടിഷ്യൂകൾ അടിഞ്ഞുകൂടുകയും അവിടെ നീർക്കെട്ടും അത് കണക്ക് തന്നെ സിസ്റ്റുകളും ചെറിയ മുഴകളുമായിട്ട് രൂപപ്പെടുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ സ്കാർ ഉണ്ടാകുന്നു, ഓർഗൻസ് തമ്മിൽ ഒട്ടിപ്പിടിക്കുന്ന അഡ്ഹഷൻ ടൈപ്പുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. ചിലപ്പം യൂട്രസും ഓവറീസും തമ്മിൽ ഒട്ടിപ്പിടിക്കാം, യൂട്രസും ഫെലോപ്പിയൻ ട്യൂബും തമ്മിൽ ഒട്ടിപ്പിടിക്കാം, യൂട്രസും റെക്ടവും തമ്മിൽ ഒട്ടിപ്പിടിക്കാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനൊന്നും പുറത്തോട്ട് പോകാൻ പറ്റാതെ സിസ്റ്റായിട്ട് ഫോം ചെയ്തിട്ട് ഫ്രോസൺ പെൽവിക്സ് എന്നൊരു അവസ്ഥയും ഉണ്ടാവും. അപ്പം എൻഡോമെട്രിയോസിന്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് പീരീഡ്സിന്റെ സമയത്തുള്ള അതികഠിനമായിട്ടുള്ള വേദനയാണ്. നമുക്ക് പീരീഡ്സിന്റെ സമയത്ത് നോർമൽ ആയിട്ടുള്ള ക്രാംസ് ഒക്കെ ഉണ്ടാവും, പക്ഷെ എൻഡോമെട്രിയോസിസ് ഉള്ളവർക്ക് അസഹനീയമായിട്ടുള്ള വേദനയായിരിക്കും. അത് ഓരോ പീരീഡ്സ് കഴിയുമ്പോഴേക്കും അത് കൂടി വരുന്ന ഒരു അവസ്ഥയുണ്ടാവും. ഇത് കൂടാതെ പീരീഡ്സ് ഇല്ലാത്ത സമയത്തും വേദന അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കും ഇത് നയിക്കും. പീരീഡ്സിന്റെ സമയത്ത് മൂത്രമൊഴിക്കുമ്പോഴും അത് കണക്കിന് സ്റ്റൂള് പാസ് ചെയ്യുമ്പോഴും വേദന അനുഭവപ്പെടും. അതിന് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂട്രസും റെക്ടവും തമ്മിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ മൂത്രനാളിയിലാണ് അല്ലെങ്കിൽ മൂത്രാശയത്തിലാണ് ഈ എൻഡോമെട്രിയത്തിന്റെ വളർച്ചയുണ്ടെങ്കിൽ മൂത്രം പോകുമ്പോഴേക്കും വേദനയുണ്ടാവും, ചിലപ്പം ബ്ലഡ് സ്റ്റെയിൻ ഉണ്ടാവും. അതേ കണക്ക് തന്നെ സ്റ്റൂള് പാസ് ചെയ്യുമ്പോഴേക്കും വേദനയുണ്ടാവും, ബ്ലഡിന്റെ അംശവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എക്സസീവ് ആയിട്ടുള്ള ബ്ലീഡിംഗ് ആയിരിക്കും. അതികഠിനമായ വേദനയോടൊപ്പം തന്നെ അതികഠിനമായിട്ടുള്ള ബ്ലീഡിംഗും ഉണ്ടാവും, ബ്ലോട്ടിംഗ് ഉണ്ടാവും, ഒരു ഗ്യാസിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. എൻഡോമെട്രിയോസിസ് വന്ധ്യതയ്ക്ക് ഒരു കാരണമാകുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ എൻഡോമെട്രിയോസിസ് അണ്ഡാശയത്തിലാണ് വളരുന്നതെങ്കിൽ അണ്ഡം ഉൽപ്പാദിപ്പിക്കുന്നതിന് തടസ്സമുണ്ടാകാം. അതുപോലെ തന്നെ ഫലോപ്പിയൻ ട്യൂബിലാണ് ഈ എൻഡോമെട്രിയോസിസ് ഉണ്ടാകുന്നതെങ്കിൽ ഓവത്തിന് യൂട്രസിലോട്ട് എത്താനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകും. ഇതൊക്കെ ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു കാരണമാണ്. ഇതൊക്കെയാണ് എൻഡോമെട്രിയോസിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ, പീരീഡ്സിന്റെ സമയത്ത് അതികഠിനമായിട്ടുള്ള വേദന വന്നാൽ, നമ്മൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ, ഓരോ പീരീഡ്സിന്റെ സമയത്തും വേദന കൂടി വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാവുന്നതാണ്. അൾട്രാസൗണ്ട് സ്കാനിങ് വഴി നമുക്ക് എൻഡോമെട്രിയോസിസ് ആണോ എന്ന് തിരിച്ചറിയാവുന്നതുമാണ്. എൻഡോമെട്രിയോസിന് ഒരു പ്രോപ്പർ മെഡിക്കൽ കെയർ ആവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് എക്സസൈസും ഡയറ്റും ഒക്കെ ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് എൻഡോമെട്രിയോസിനെ കുറിച്ചിട്ട് നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.